4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൂസി നദിയുടെ തീരത്ത് ഒരു പുതിയ നഗരം പിറവിയെടുത്തു. അതാണ് ഹൈദരാബാദ്. ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലത്തെ അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ചാർമിനാർ. വെറുമൊരു സ്മാരകമല്ല ഇത്. ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ സമാനതകളില്ലാത്ത ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയാണ് ചാർമിനാർ. ക്രിസ്തുവർഷം 1591 കുതുബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായ മുഹമ്മദ് ഖുലി ഖുതുബ് ഷായാണ് ഈ മഹത്തായ സൗധം പണികഴിപ്പിച്ചത്. തന്റെ ഭരണകാലത്ത് നഗരത്തെ പിടിച്ചുലച്ച പ്ലേഗ് എന്ന മഹാമാരിയിൽ നിന്നും ജനങ്ങൾ മുക്തരായതിന്റെ സ്മരണയ്ക്കായാണ് അദ്ദേഹം ഈ സൗധം നിർമ്മിച്ചത്. ഗോൽക്കൊണ്ട കോട്ടയിൽ നിന്ന് തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റിയ കാലത്താണ് നഗരത്തിന്റെ കൃത്യമായ മധ്യഭാഗത്ത് ചാർമിനാർ സ്ഥാപിക്കപ്പെട്ടത്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ഇത്. പേർഷ്യൻ സ്വാധീനവും പ്രാദേശിക കരവിരുതും ഇവിടെ മനോഹരമായി ലയിക്കുന്നു. 4 ദിക്കുകളിലേക്കും തുറക്കുന്ന കൂറ്റൻ കവാടങ്ങളും മുകളിലായി ഉയർന്നു നിൽക്കുന്ന 4 മിനാരങ്ങളുമാണ് ഈ നിർമ്മിതിക്ക് ചാർമിനാർ എന്ന പേര് നൽകിയത്. ഓരോ മിനാരത്തിനും ഏകദേശം 56 മീറ്റർ ഉയരമുണ്ട്. മുകളിലത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളി ഹൈദരാബാദിലെ ഏറ്റവും പഴക്കമേറിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ചാർമിനാറിൽ നിന്ന് ഗോൽക്കൊണ്ട കോട്ടയിലേക്കുള്ള ഭൂഗർഭ തുരങ്കത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. കാലങ്ങൾ മാറി, സാമ്രാജ്യങ്ങൾ മാറിമറിഞ്ഞു. എന്നാൽ ഇന്നും ഹൈദരാബാദിന്റെ പ്രൗഢിയും ചരിത്രവും ഒരുപോലെ വിളിച്ചോതുന്ന പ്രതീകമായി ചാർമിനാർ അചഞ്ചലമായി നിലകൊള്ളുന്നു.